അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജ് നടന്നല്ലോ. ഇവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് നിർവഹിച്ച ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, ആ പ്രസിദ്ധമായ വിടവാങ്ങൽ ഹജ്ജ്. ആ ഹജ്ജിൽ ലക്ഷത്തോളം വരുന്ന തൻ്റെ അനുചരന്മാരെ സ്വഹാബാ കിറാമിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടുന്ന് ചോദിക്കുകയാണ്. അവിടുന്ന് അവിടെ വെച്ചുകൊണ്ട് ഈ ദൗത്യം അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് സമൂഹത്തെ സാക്ഷി നിർത്താൻ പോവുകയാണ്. ആ ഹജ്ജത്തുൽ വദാഇലെ പുരുഷാരത്തെ, ആ ജനസഞ്ചയത്തെ നോക്കിക്കൊണ്ട് അവിടുന്ന് സംസാരിക്കുന്നു. വഅൻതും മസ്ഊലൂന അന്നി, ജനങ്ങളെ, നിങ്ങൾ നാളെ മഹ്ശറിൽ എന്നെക്കുറിച്ച് ചോദിക്കപ്പെടുന്നവരാണ്. ഞാൻ നിങ്ങൾക്ക് സത്യം എത്തിച്ചു തന്നോ ഇല്ലയോ എന്ന് നിങ്ങളോട് നാളെ പരലോകത്ത് വെച്ച് ചോദിക്കപ്പെടുമ്പോൾ ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്താണ് മറുപടി പറയുക? നിങ്ങൾ എന്താണ് മറുപടി പറയുക ആ ചോദ്യത്തിന്? അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം കേട്ടപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഖാലൂ നശ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത. അല്ലാഹുവിന്റെ റസൂലിനോട് അവർ മറുപടി പറയാണ്, ഞങ്ങളിതാ സാക്ഷ്യം വഹിക്കുന്നു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ഖദ് ബല്ലഗ്ത, അങ്ങ് എത്തിച്ചിട്ടുണ്ട്, എത്തിച്ചു തരേണ്ടത് മുഴുവനും എത്തിച്ചു തന്നിട്ടുണ്ട്. വഅദ്ദൈത, അങ്ങയെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് കൃത്യമായി അങ്ങ് നിർവഹിച്ചിട്ടുണ്ട്. വനസഹത, അങ്ങ് കൃത്യമായി തന്നെ വളരെ ഗുണകാംക്ഷയോടെ കാര്യങ്ങൾ വിവരിച്ചു തന്നിട്ടുണ്ട്. സഹാബത്തിന്റെ മറുപടി കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുത്തെ ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് പിന്നെ ജനങ്ങളുടെ നേരെ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് പറയാണ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ്, നീ സാക്ഷിയാണ് എന്നിങ്ങനെ അവിടെ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വികാര നിർഭരമായ ആ സമയത്ത് അവിടുന്ന് ദാ പ്രഖ്യാപിക്കുന്നു. കണ്ടോ, അവിടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഡ്യൂട്ടി അവിടുന്ന് കൃത്യമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു വീഴ്ചയും അവിടുന്ന് വരുത്തിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ജനങ്ങളോട് പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അവിടുന്ന് പൂഴ്ത്തിവെച്ചിട്ടില്ല. ബാഹ്യമായി അവിടുത്തെ ആക്ഷേപിക്കുന്ന സ്വരത്തിലുള്ള ആയത്തുകൾ പോലും അവിടുന്ന് മറച്ചു വെച്ചിട്ടില്ല. അവിടുത്തെ സംബന്ധിച്ച് കുറ്റപ്പെടുത്തുന്നു എന്ന നിലക്ക് നമുക്ക് ബാഹ്യമായി തോന്നുന്ന ആയത്തുകൾ പോലും അത് ജനങ്ങളോട് പറയാതെ, അത് എന്നെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എൻ്റെ കാര്യത്തിൽ ഇറങ്ങിയിട്ടുള്ള വചനങ്ങളാണല്ലോ, അതേതായാലും ജനങ്ങൾ കേൾക്കണ്ട എന്ന നിലക്ക് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ആയത്തുകൾ മൂടിവെച്ചിട്ടില്ല. അവിടുന്ന് അത് ചെയ്തിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, എല്ലാം ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുമുണ്ട്, വിലക്കിയിട്ടുമുണ്ട്. വളരെ ഗൗരവത്തോടുകൂടെ അവിടുന്ന് പറഞ്ഞതാണ്. സ്വർഗത്തിൽ പോകേണ്ട എല്ലാ പുണ്യകർമ്മങ്ങളും പഠിപ്പിച്ചു, നരകത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാം വിരോധിച്ചു. ഗൗരവത്തോടെ അവിടുന്ന് പറഞ്ഞു. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂല് ചിലതൊക്കെ എത്തിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമായ നിലക്കുള്ള പെരുമാറ്റങ്ങളും ചില വാക്കുകളും ചില വാദങ്ങളുമൊക്കെ പിൽക്കാലത്ത് ചില ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതേതാ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങൾ എന്ന നിലക്ക് പിൽക്കാലത്തിതാ ചില ആളുകൾ ആചരിച്ചു വരുന്നു. നബിതങ്ങൾക്കത് പരിചയമില്ല, സഹാബാക്കൾക്കത് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. എന്നാൽ ഇന്നത്തെ ചില ആളുകൾക്കാണ് അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് വന്നിട്ട് ഇപ്പൊ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന പിഴച്ച സൂഫികളുണ്ട്. തീജാനി തരീഖത്തിന്റെ ശൈഖ് തന്നെയും അവകാശപ്പെടുന്നത് എന്താണ്? അടുത്ത കാലത്താണ് അയാൾ ജീവിച്ചു മരിച്ചുപോയത്. അയാളുടെ വാദം അയാളുടെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂല് റൂഹോടെ തടിയോടെ പച്ചയായി അല്ലാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന്റെ അടുക്കൽ എപ്പോഴും വരും. എന്നിട്ടാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ 6000-ലധികം തവണ അല്ലെങ്കിൽ 6000 തവണ ഖുർആൻ ഓതിയാലും കിട്ടാത്ത കൂലിയാണ് അയാൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ കിട്ടാൻ പോകുന്നത് എന്ന് അള്ളാന്റെ റസൂല് എനിക്ക് വിവരം തന്നിരിക്കുന്നു എന്ന പച്ചയായ കള്ളം അള്ളാന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞ വ്യക്തിയാണ്
അബുൽ അബ്ബാസ് തീജാനി എന്ന് പറയുന്ന മനുഷ്യൻ, അയാളുടെ തരീക്കത്തിന്റെ ആളാണ്. ഇന്ന് നാട്ടിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെയും അതുപോലെ തന്നെ മുവഹിദുകളെയും പച്ചത്തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന ഖാസിമി എന്ന് പറയുന്ന മനുഷ്യൻ ആ തരീക്കത്തിലെ മെമ്പറാണ്. ആ വിഷയമൊക്കെ നമ്മൾ മനസ്സിലാക്കിയവരാണ്, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 6000 തവണ ഖുർആൻ ഓതിയാലും കിട്ടാത്തത്ര പുണ്യം ഒരു വട്ടം സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയാൽ കിട്ടും എന്നുള്ള പുണ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. സഹാബികൾക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. താബീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അത് പഠിപ്പിച്ചു കൊടുത്തത് ഈ 100-200 കൊല്ലം മുമ്പ് ജീവിച്ച് മരിച്ചുപോയ മൊറോക്കോക്കാരനായ ഒരു അബുൽ അബ്ബാസ് എന്ന് പറയുന്ന ആൾക്കാണെന്ന പച്ചക്കള്ളം, ആ രൂപത്തിലുള്ള വിഡ്ഢിത്തം വിശ്വസിക്കാൻ മാത്രം പരമവിഡ്ഢികളായ ഒരു കൂട്ടം അനുയായികളാണ് ഈ സൂഫി തരീക്കത്തുകാരെന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൂടെ അവർ സമ്മതിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ റസൂല് ഈ സമൂഹത്തിന് പല നന്മകളും പഠിപ്പിച്ചു കൊടുക്കാതെ മൂടിവെച്ച് അവസാനം 200 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ എന്ന ഈ വ്യക്തിക്കാണ് ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്തത് എന്നുള്ള വാദത്തിലേക്കാണ് അവർ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പച്ച കുഫറുള്ള, തനിച്ച കുഫറുള്ള, കുഫറിൻ്റെതായ വാദങ്ങളാണ് ആ ത്വരീക്കത്തിനുള്ളത് എന്ന കാര്യം നമ്മൾ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ തരീക്കത്തിനെ താങ്ങിക്കൊണ്ടാണ് കേരളത്തിലെ ജിഫിരി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന ഈ കെ സമസ്തയും അതേപോലെയുള്ള സമസ്തക്കാരുമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ തരീക്കത്തിന്റെ കുഫിരിയത്ത്, പച്ചയായ കുഫറാണ് അവർ പ്രചരിപ്പിക്കുന്നത് എന്ന് സമൂഹത്തോട് പറയുവാൻ ഇന്നും നട്ടെല്ലുണ്ടായിട്ടില്ല, ആർജവമുണ്ടായിട്ടില്ല. അതങ്ങനെ തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ പലപ്പോഴും കുറേ കാലം ഓരോരുത്തരെയും കൊണ്ടു നടന്ന് ഒരുപാട് ആളുകൾ അതിൽപ്പെട്ട് പിഴച്ചു പോയിട്ട് ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും അത് കള്ളത്തരീക്കത്താണ്, അത് വ്യാജമാണ്, അത് കുഫിരിയത്താണ് എന്നൊക്കെ പിന്നെയാണ് അവർ പറയാറുള്ളത്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആദ്യം അതൊന്നും പറയാതെ അവരങ്ങനെ നീട്ടിവെക്കുന്നൊരു പ്രവണത സമസ്തക്കാരുടെ ചരിത്രത്തിൽ പണ്ടേ ഉള്ളതാണ്. എൻ്റെ വിഷയം അതല്ല. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ള കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാം ഈ സമൂഹത്തോട് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഒന്നും പൂഴ്ത്തിവെച്ചിട്ടില്ല, ഒന്നും മറച്ചു വെച്ചിട്ടില്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാചകം കൂടി ഇതിനോട് ചേർത്ത് എൻ്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം. അവിടുന്ന് പറഞ്ഞു, ഇന്ന് സമൂഹത്തിൽ നല്ലതല്ലേ, ദിക്റല്ലേ, സ്വലാത്തല്ലേ, നിസ്കാരല്ലേ, നോമ്പല്ലേ എന്നൊക്കെയുള്ള പേരുകൾ പറഞ്ഞുകൊണ്ട്, നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് മതത്തിലില്ലാത്ത പല പുതിയ ബിദ്അത്തുകളും സമൂഹത്തിലേക്കെന്ന് പലരും കൊണ്ടുവരുന്നുണ്ട്. മഹാനവറുകൾ പറഞ്ഞു, മനിബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ, ആരെങ്കിലും ഇസ്ലാമിലേക്ക് ഒരു ബിദ്അത്തിനെ കടത്തിക്കൂട്ടിയാൽ, നല്ലതല്ലേ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അതിലേക്ക് കടത്തിക്കൂട്ടിയാൽ അവൻ ആരെ പോലെയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫിർ റിസാല, അള്ളാഹു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അവിടുത്തോട് ഉത്തരവാദപ്പെടുത്തിയിട്ടുള്ള റിസാലത്തിൽ പലതും പഠിപ്പിക്കാതെ പൂഴ്ത്തിവെച്ച് വഞ്ചന കാണിച്ചയാളാണ് എന്ന് പറയുന്നവന് തുല്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂല് കൃത്യമായി തന്നെ ആയത്തോതി പ്രഖ്യാപിച്ചതാണെന്ത്? ഇതാ മതം പൂർത്തിയായിട്ടുണ്ട്, അതിൽ ഇനി കൂട്ടാനും കുറക്കാനുമില്ല എന്ന്. അങ്ങനെ കൃത്യമായി പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ള ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത പുതിയത് വല്ലതും ആരെങ്കിലും കൊണ്ടുവരുന്നുവെങ്കിൽ അള്ളാഹിന്റെ റസൂല് പലതും ഇവിടെ പഠിപ്പിക്കാതെ ബാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ പിൽക്കാലക്കാരാണ് കണ്ടെത്തിയത് എന്ന് പറയുന്ന അപകടകരമായ വാദത്തിലേക്കാണ് അവർ എത്തിച്ചേരുക എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഗൗരവത്തോടെ നമ്മുടെ മനസ്സുകളിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തിന്? സമൂഹത്തിൽ നല്ലതല്ലേ എന്ന പേരും പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്ത, അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ലാത്ത പലതും ഇന്ന് മതത്തിന്റെ പേരിൽ പലരും ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആയത്തിൽ പറയുന്ന കാര്യം ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്തരവാദിത്തം അവിടുന്ന് നിർവഹിച്ചിട്ടുണ്ട്. എത്തിക്കേണ്ടതെല്ലാം കൃത്യമായി അവിടുന്ന് എത്തിച്ചിട്ടുണ്ട്.
എല്ലാം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് സഹാബാക്കൾ സാക്ഷ്യം വഹിച്ചവരുമാണ് എന്നുള്ള കാര്യം